അപ്പൊ നമ്മള് ഇവിടെ വന്നപ്പോ കണ്ട ഒരു കുട്ടിയാണ്. മോന്റെ പേരെന്താ? സാലിഹ്. ഇവിടെ അടുത്ത് തന്നെയാ? ഈ ഇവിടെ അധികം വരുത്തുണ്ട് ഇവിടെ തന്നെ? അതെയാ. അപ്പൊ എങ്ങനെ ഇവിടെ സംഭവമല്ലേ? അടിപൊളി. പാമ്പ് അങ്ങനത്തെ സംഭവം. ഫാം ഉണ്ടെന്ന് തോന്നല്ലേ? അതെ. ഇവിടെ തന്നെ ഉണ്ടോ? നമ്മളതെല്ലാം കാണണത്ര. അതെയാ. അങ്ങനെ ആ കുട്ടീനെ നമ്മൾ ഊഞ്ഞാലാടുന്ന സമയത്ത് കണ്ടതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അടുത്ത് സംസാരിക്കാൻ വന്നേരം കുട്ടി ചാനലെല്ലാം ചോദിച്ച് അങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ മോന. ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഇന്ന് എത്തിയിട്ടുള്ളത് പാലക്കാടുള്ള ലീഡ് കോളേജിലാണ്. അപ്പോൾ നമ്മൾ ട്രിപ്പിൾ C ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടത്തേക്ക് വന്നത്. അപ്പോൾ ഈ കോളേജിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ ശിവസാറുണ്ട് ഇവിടെ. അപ്പോൾ ശിവസാറോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം, അതിനെ പറ്റിയിട്ട് കുറച്ച് അറിയണമെന്നുണ്ട്. സന്തോഷം എന്തായാലും നിങ്ങൾ ലീഡ് കോളേജിൽ വന്നത്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ 2021 ആദ്യമായിട്ട് ലീഡ് കോളേജിൽ വന്നത്. പിന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വരികയാണ്. കാരണം നമുക്ക് പിന്നെയും വരാൻ തോന്നുന്ന ഒരു ചില സിനിമ നമ്മൾ കണ്ടാൽ വീണ്ടും കാണണം തോന്നില്ലേ, ചില പാർക്കിൽ നമുക്ക് പോയാൽ വീണ്ടും പാർക്കിൽ പോകണം തോന്നില്ല, അതേപോലത്തെ വരാൻ പറ്റിയൊരു ക്യാമ്പസ്. അപ്പം ഞാൻ പറയുന്നത് രക്ഷിതാവ് എന്ന നിലയിൽ ഞാൻ പറയണം, ഒരു പാരന്റ് എന്ന നിലയിൽ നമുക്ക് വിദ്യാർത്ഥികൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ക്യാമ്പസാണിത്. ഒന്ന്, അവർക്ക് ഫ്രീഡം ഉണ്ട്, അതേസമയം അവർക്ക് സെക്യൂരിറ്റി ഉണ്ട്, അവർക്ക് നല്ല പഠന അന്തരീക്ഷമുണ്ട്, പ്ലേസ്മെന്റ് ഉണ്ട്, പിന്നെ ഫുഡ്, അച്ചടക്കം, അവരുടെ സുരക്ഷിതത്വം. അതാണിപ്പോൾ നമ്മളിപ്പോൾ ഒരു കുട്ടിനെ കോളേജിൽ കൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ അവരുടെ ഫുഡിനെ കുറിച്ച് നമുക്ക് എപ്പോഴും വീട്ടിൽ കിട്ടുന്ന പോലെ കിട്ടുമോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫുഡ് പോയിസൺ ഉണ്ടോ, വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ ആകാംക്ഷ ഉണ്ടാവും. ഇവിടെ എന്ന് വെച്ചാൽ അത്രയും നല്ല പാചകമാണ്. പിന്നെ ഇവർക്ക് ഫാം ഉണ്ട്. ഈ ഫാമിൽ നിന്ന് തന്നെ കൃഷി ചെയ്തിട്ട് എടുക്കുന്ന വെജിറ്റബിൾസ്, ഇവിടുത്തെ പശുവിന്റെ പാല്, ഇവിടുത്തെ കോഴിയുടെ മുട്ട, ഇവിടുത്തെ ചിക്കൻ ഫാമിലെ കോഴിയിറച്ചി, ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത വരുന്നത്. അപ്പൊ അത് വലിയ ഒരു അട്രാക്ഷനാണ്. ഞാനിപ്പോൾ പല ക്യാമ്പസിലും പോയിട്ടുണ്ട്, സൗത്ത് ഇന്ത്യയിലെ പല ക്യാമ്പസുകളിലും പോയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ബാംഗ്ലൂർ ഒരു കോളേജിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ പല ക്യാമ്പസിലും പോയിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുത്ത് ഇത്രയും ഫ്രീഡവും ഇത്രയും സെക്യൂരിറ്റിയും ഇത്രയും നല്ല പഠനാന്തരീക്ഷവും തൊമ്മൻ മക്കൾ എന്നാണല്ലോ പറയുന്നത്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് വല്ലാത്തൊരു വൈബ് തന്നെയാണ്. അതായത് പിള്ളേർക്കൊരു അവരാഗ്രഹിക്കുന്ന ഒരു മൂഡിൽ ആ ഒരു വൈബിൽ പഠിക്കാൻ പറ്റും. അല്ലാതെ അതെ, അതാണ്. തൊമ്മന് ഭാര്യയും മക്കളും ഇല്ല. അപ്പൊ തൊമ്മന്റെ മക്കൾ എന്ന് പറഞ്ഞ ഈ ക്യാമ്പസിലെ പിള്ളേരാണ്. അപ്പൊ തൊമ്മനും മക്കൾ എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണ്. ഈ ക്യാമ്പസ് തന്നെ ഫേമസ് ആയെന്ന് അങ്ങനെ തൊമ്മനും മക്കൾ എന്നുള്ള ഇതിലാണ്. കാരണം അത്രയ്ക്കും ഇതാണ്. ഞങ്ങൾ പല പ്രാവശ്യം വന്നു. പിന്നെ എന്റെ കെയർ ഓഫിൽ തന്നെ കുറെ ഇൻഫ്ലുവൻസേഴ്സ് വന്നു. എപ്പോഴും ഇങ്ങനെ ചോദിക്കാം. അപ്പൊ ഇവർക്ക് എപ്പോഴും നമ്മളൊരു ഡിസ്റ്റർബൻസ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഗ്രൂപ്പായിട്ടൊക്കെ വരുന്നത്. അപ്പോൾ വരുമ്പോൾ ഡിസ്റ്റർബൻസ് ഇല്ല. കാരണം നമ്മളെ സംബന്ധിച്ച് നല്ല കണ്ടന്റ് ആണ് കിട്ടുന്നത്. എപ്പോഴും നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സന്തോഷമായിട്ട് തിരിച്ചു പോകാൻ പറ്റും. അപ്പോൾ ഇത്രത്തോളം ഹാപ്പിനെസ് കിട്ടുന്ന ഒരു അന്തരീക്ഷം വേറെ എവിടെയും നമ്മൾ പോയാൽ കിട്ടില്ല. കാരണം ഇവിടെ വരുന്ന ഓരോ മിനിറ്റും ഓരോ മണിക്കൂറും അല്ലെങ്കിൽ ദിവസങ്ങളും ചെലവഴിക്കുകയാണെങ്കിൽ അത്രയും നല്ല സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്ന പോലത്തെ താമസം, ഭക്ഷണം, രുചികരമായ ഭക്ഷണം, അങ്ങനെ എല്ലാവിധ സംവിധാനം. പിന്നെ ഒരു പെറ്റ്സ് ഷോപ്പിൽ പോയാൽ പോലും നമുക്ക് ഇത്ര വെറൈറ്റി കിളികളെയും പക്ഷി മൃഗാദികളെയും കാണാൻ പറ്റില്ല. പിന്നെ പാമ്പ് ഐറ്റംസ്, അനാക്കോണ്ട മുതലുള്ള അങ്ങനെ ഐറ്റംസ് വേറെ. പിന്നെ ഫാമിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒട്ടകം, കഴുത, കുതിര അങ്ങനെ ഐറ്റംസ് എല്ലാം ഉണ്ട്. എല്ലാത്തരം കൃഷിയുണ്ട്. അവിടെ ഒരു വലിയ കോവൽ തോട്ടം ഞാൻ കണ്ടിട്ട്, സാധാരണ ജൈവ കർഷകരുടെ അവാർഡൊക്കെ കിട്ടിയ വലിയ കർഷകരുടെ അടുത്ത് അത്രയും വലിയ കോവൽ തോട്ടം കണ്ടു, പച്ചക്കറി തോട്ടം. അതുപോലുള്ള എല്ലാം വെറൈറ്റിയാണ്. അത്രയ്ക്കും നല്ല ഡെഡിക്കേഷനാണ് ഇദ്ദേഹത്തിന്റെ ഒരു ഡെഡിക്കേഷൻ. ശരിക്ക് ആ ഡെഡിക്കേഷൻ കൊണ്ടാണ് അദ്ദേഹത്തിന് നല്ല ഗിന്നസ് റെക്കോർഡിൽ എത്താൻ പറ്റിയതും ഇങ്ങനെ ഇത് നിലനിർത്താൻ പറ്റിയതും. ഇവിടെ എന്ന് വെച്ചാൽ സാധാരണ എല്ലാവരും പരസ്യം ചെയ്താണല്ലോ അഡ്മിഷൻ എടുക്കുക. ഇവിടത്തേക്ക് പരസ്യം ചെയ്ത അഡ്മിഷൻ ഇല്ല. ഓരോ വർഷത്തേക്ക് അഡ്മിഷൻ നേരത്തെ ബുക്ക് ആവുകയാണ്. കാരണം അതുപോലെ തന്നെ പഠിക്കുന്ന പിള്ളേർ പഠനം തുടങ്ങുമ്പോൾ തന്നെ പ്ലേസ്മെന്റിന് വേണ്ടിയിട്ട് ആൾക്കാർ വരികയാണ്, കമ്പനികൾ വരികയാണ്, പല കമ്പനിയിലെ ആളുകൾ. പിന്നെ ഇദ്ദേഹത്തിന് ഇന്റർനാഷണൽ ബന്ധമുള്ളത് കൊണ്ട് പല രാജ്യങ്ങളുമായിട്ട് ബന്ധമുണ്ട്. അതിലിപ്പോൾ കഴിഞ്ഞ ആഴ്ച നേപ്പാളിലായിരുന്നു, ഇനി അടുത്ത ആഴ്ച വേറെ രാജ്യത്തായിരിക്കും. അങ്ങനെ വന്നാൽ തന്നെ നമുക്ക് കാണാൻ ചെറിയ സമയങ്ങളൊക്കെ കിട്ടും. നമുക്ക് കാണാൻ ചെറിയ ടൈം കിട്ടും തോന്നുന്നു. ഇപ്പൊ ടേണിംഗ് പോയിന്റ് എന്നൊരു പ്രോഗ്രാം ഉണ്ട് അദ്ദേഹത്തിന്റെ. ആ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. എന്തായാലും ഒരു ടൈം നമ്മുടെ കൂടെ വരുമായിരിക്കും.